ഹലോ എവരിവൺ, അഡിയോസ് അമീഗോ. വലിയ പ്രതീക്ഷയൊന്നുമില്ലാണ്ട് പോയി കണ്ട പടമാണ്. ബട്ട് പടം പറയുന്ന വിഷയം കുറച്ച് ഡെപ്തുള്ള, ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ള ഒരു വിഷയമാണ്. കാരണം ഒരു സാധാരണക്കാരൻ്റെ സ്ട്രഗിളും, അതായത് നമ്മുടെ സുരാജ് പിന്നെ വളരെയധികം പണക്കാരനായിട്ട് പണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഒരു ലക്ക് ലെവലിലാണ് നടക്കണ ഒരു വേദനിക്കുന്ന കോടീശ്വരൻ, അതായത് നമ്മുടെ ആസിഫ് അലി. അങ്ങനെ ആ രണ്ട് ബഡീസിന്റെ കഥയാണ്. ബസ് സ്റ്റാൻഡിൽ തുടങ്ങുന്ന ഒരു പരിചയം, ഒരു ചായയും ഒരു കൊഴുക്കട്ടയിലും തുടങ്ങുന്ന ബന്ധം, പിന്നെ അത് അങ്ങോട്ട് പോയി വേറൊരു ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത അങ്ങനത്തെ ഒരു റോഡ് ട്രിപ്പിലൂടെ പറയുന്നൊരു കഥയാണ് ആക്ച്വലി. അപ്പൊ സുരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സുരാജ് ഒരു കട്ടപ്പനക്കാരൻ, കൊച്ചിയിൽ വന്ന് പെയിന്റിങ്ങിന്റെ വർക്ക് ചെയ്യുന്ന ആള്, സാധാരണക്കാരൻ. അങ്ങനെ ഒരു അവസരത്തിൽ കുറച്ച് പൈസക്ക് അത്യാവശ്യം വന്നിട്ട് ആ പൈസ ഒപ്പിക്കാൻ വേണ്ടി പുള്ളി ട്രൈ ചെയ്യുന്നിടത്താണ് പടം തുടങ്ങുന്നത്. അങ്ങനെ അപ്പൊ നമുക്കങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്ന, ഫ്രണ്ട്സ്, അങ്ങനെ പരിചയക്കാര്, ഫാമിലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ച് നോക്കിയിട്ട് അവസാനം കറങ്ങിത്തിരിഞ്ഞെത്തണത് പലിശക്കാരിലായിരിക്കും. ആ ഒരു സംഭവം തന്നെ. ഇങ്ങനെ പലിശ എടുക്കാൻ വേണ്ടി അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ വേദനിക്കുന്ന കോടീശ്വരൻ ആസിഫ് അലിന്റെ എൻട്രി. ആസിഫ് അലി എത്തണത് അങ്ങനെ അവിടെ നിന്ന് പരിപാടി സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പൊ ആസിഫ് അലിന്റെ ഒപ്പം കൂടുന്നത് അവനിക്ക് ആവശ്യമുള്ള പൈസ ചിലപ്പോൾ ആസിഫ് അലിനെ കൊണ്ട് നടപടി ആവുന്നുള്ളൊരു വകുപ്പിലാണ് മച്ചാൻ കൂടുന്നത് ആസിഫ് അലിന്റെ ഒപ്പം. പക്ഷെ കഥ പോയി അത് വേറെ ലെവലിലേക്ക്. അവസാനം പൈസയില്ല, കാര്യം നടന്നില്ല, അവസാനം നാണക്കേടും, പിന്നെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ വരെ എത്തിയ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലാണ് കഥ പോണത്. കഥ പറഞ്ഞിരിക്കുന്ന രീതി ഇച്ചിരി ലെങ്തിയാണ് പടം നോക്കുകയാണെങ്കിൽ, പക്ഷെ അത് ഇത്തിരി കുറക്കാമായിരുന്നു. അത് അവസാനത്തെ ആ ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിക്കാൻ വേണ്ടി അങ്ങനെ നീട്ടി അങ്ങനെ പോയി, അങ്ങനെ ആയതാണ് സംഭവം. സുരാജിന്റെ ആക്ടിങ് പറയുകയാണെങ്കിൽ, ഇപ്പൊ വെള്ളമടിച്ച് അഭിനയിക്കാൻ പിന്നെ പുള്ളിനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അതെന്തായാലും തകർത്ത് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇമോഷൻസ് വളരെ അധികം ലോ ആയിട്ടും ഹൈ ആയിട്ടും വരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അവിടെയൊക്കെ പുള്ളി നല്ല പെശകായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഉള്ളിൽ കണക്ട് ആവുന്ന രീതിയിൽ സുരാജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസിഫ് അലി ഒരു കൂള് മച്ചാനായിട്ടാണ് പടത്തിൽ ത്രൂ ഔട്ട് ഉള്ളത്. സങ്കടം വരുമ്പോഴായാലും സന്തോഷം വരുമ്പോഴായാലും ഒക്കെ ഒരേ ഒരു വൈബ്, ഒരു ചില്ല്, ഞാൻ പറഞ്ഞൊരു വേദനിക്കുന്ന കോടീശ്വരനായിട്ടുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ. അത് ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ ഉണ്ട് പുള്ളിക്ക്. അപ്പം അതിനെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള വേദനയും സൂക്കേടൊക്കെയാണ് ആസിഫ് അലിക്ക്. അങ്ങനെ ഉള്ളൊരു പൈസ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാണ്ട് ഒരു 500-ന്റെ കുറെ കെട്ടായിട്ട് രാവിലെ ഒരു ബാഗ് നിറച്ച് ഇറങ്ങും. എന്നിട്ട് കാണുന്നവർക്കൊക്കെ 500 രൂപ, ചായ കുടിക്കാൻ കയറിയാലും 500 രൂപ, ടോയ്ലറ്റിൽ കയറിയാലും 500 രൂപ. ആര് വന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ 500-ന്റെ അടുത്ത് അങ്ങോട്ട് കൊടുക്കലാണ്, ബാക്കി വാങ്ങിക്കലൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് സുരാജ് കൂട്ടണത് പുള്ളിന്റെ ഒപ്പം. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആസിഫ് അലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അധികം ക്യാരക്ടറൊന്നും ഇല്ല ഇതിനകത്ത്. തുടക്കം മുതൽ അവസാനം വരെ മെയിൻ ആയിട്ട് പറയാൻ ഈ രണ്ടുപേരേ ഉള്ളൂ, സുരാജും ആസിഫ് അലിയും. ഇവർ രണ്ടുപേരും കോമ്പറ്റീഷൻ ചെയ്ത് അഭിനയിച്ചേക്കനാണ്. ഇവർ രണ്ടുപേരാണ് മെയിൻ ക്യാരക്ടേഴ്സ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് പോകുന്നു മാത്രമേ ഉള്ളൂ. അതിലും 1-2 പേര് കൂടി വന്നു കഴിഞ്ഞാല്. പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്, അത് തുടക്കം മുതലേ ശബ്ദമുണ്ട്, അവസാനമാണ് ഈ ക്യാമിയോ മുഖം വെളിപ്പെടുത്തുന്നത്. തുടക്കം മുതലേ നമ്മളിങ്ങനെ വെറുപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട്, ഫോം വിളിച്ച് ഇങ്ങനെ വെറുപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ തോന്നുന്നത് ഏതാണ്ട് ഈ മരപ്പട്ടി എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യും. അമ്മാതിരി ചൊറിയലാണ്. അങ്ങനെ അവസാനം മച്ചാന്റെ മുഖം കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കറക്റ്റ് ജസ്റ്റിഫൈ ആണ്. ആ ഒരു വെറുപ്പിക്കലിനും ആ ഒരു ക്യാരക്ടറിനും പറ്റിയ മുതലാണ് മനസ്സിലാവും നമുക്ക് ആളെ മുഖം കാണുമ്പോൾ. അങ്ങനത്തെ ഒരു മുതലാണ്. പിന്നെയുണ്ട് കുറെ പേര് ശബ്ദം മാത്രമുള്ള, ആ ഒരു ഇത് ഡയറക്ടറിന്റെ ഒരു പരിപാടി കൊള്ളാട്ടാ. ശബ്ദം മാത്രമുള്ള കുറെ പേരുണ്ട്. അതായത് തുടക്കം മുതല് അവസാനം വരെ ഈ പറഞ്ഞ ആൾക്കാരെ ശബ്ദമുണ്ട്, പക്ഷെ ആൾക്കാരില്ല. പിന്നെ ചില ആൾക്കാര് പറയല് മാത്രമുള്ള ഇന്ന ആളുണ്ടെന്ന്, ആൾക്കാരെ ശബ്ദവും ഇല്ല, ആളും ഇല്ല, ഒന്നുമില്ല. പിന്നെ ചില ആൾക്കാരെ ശബ്ദമുണ്ട്, ആൾക്കാരെ കാണിക്കുന്നില്ല.
എന്നാല തുടക്കം മുതൽ അവസാനം വരെ അവര് ത്രൂ ഔട്ട് ഉണ്ട് പടത്തില്. അവരുടെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോട് ചുറ്റിപ്പറ്റിയാണ് ആക്ച്വലി കഥ പോകണത് തന്നെ. അപ്പൊ അത് ആ ഒരു ടെക്നിക്ക് എന്തായാലും കൊള്ളാം. പിന്നെ ക്യാമറ വർക്ക് ഒക്കെ കൊള്ളാം. ജിംഷി ഖാലിദ് നമ്മുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. മച്ചാൻ പടത്തിലൊക്കെ കയറി വലിയ പുള്ളിയായി. നമ്മളിവിടെ ഇരുന്ന് പുള്ളിനെ കുറിച്ച് പറയണേ എന്താണല്ലേ. അതിനും വേണം ഒരു യോഗം അല്ലേ. കൂട്ടുകാരൊക്കെ ഇങ്ങനെ വലിയ സെറ്റപ്പാന്ന് പറയാൻ. അതെ, ജിംഷി ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ ജിംഷിയുടെ ഫാമിലി പരമായിട്ട് തന്നെ ഫിലിം ഫീൽഡിലുള്ളതാണ്. ജിംഷിയുടെ ഫാദർ, ജിംഷിയുടെ ബ്രദർ ഒക്കെ ഉണ്ട്. ഷൈജു ഖാലിദ് ഒക്കെ ഉണ്ട്, ബ്രദറാണ് പുള്ളിയുടെ. ഇപ്പോൾ ക്യാമറ വർക്കൊക്കെ അടിപൊളിയാണ്. ഡയറക്ഷൻ പുതിയ പുള്ളിയാണെങ്കിലും നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് പരിപാടി. അധികം കാര്യങ്ങൾ കുത്തി നിറച്ച് കൂടുതൽ അലമ്പൊന്നും ആക്കാണ്ട് രണ്ടുപേരെ കൊണ്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ പരിപാടി A to B കൊണ്ടുവന്ന് എത്തിച്ച് നിർത്തിയിട്ടുണ്ട് കഥ. പറഞ്ഞില്ലേ, ഓവറോള് നോക്കുവാണെങ്കിൽ പടം അടിപൊളിയാണ്. ഇച്ചിരി ലെങ്ത് കൂടുതലാന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പടം എല്ലാം സംഭവം അടിപൊളി. എല്ലാവരും പറയണ പോലെ നിറവും മണവും സ്ഥലവും മതവും നോക്കിയിട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ബന്ധം സ്ഥാപിക്കുന്ന ആൾക്കാരല്ല. ചിലവരുണ്ട് മനുഷ്യന്മാരായി കണ്ട് ആ ഒരു വൈബ് അങ്ങനെ സെറ്റാവുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഉള്ള രണ്ട് വ്യക്തികളെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് സുരാജിന്റെ ക്യാരക്ടർ അനുഭവിക്കുന്ന പോലത്തെ സീന് നമ്മളെ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും ലൈഫിൽ. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ആ ഒരു സമയത്ത് ഇതേപോലെ തന്നെ ഒരു പ്രതീക്ഷിക്കാത്തൊരു ആള് എവിടെ നിന്ന് വന്നെന്നറിയില്ല. അങ്ങനെ വന്നിട്ട് ആണ് നമ്മുടെ ആ ഒരു സമയത്ത് നമുക്ക് ഹെൽപ്പായത്. നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കിയ ആൾക്കാരൊന്നും ആ സമയത്ത് കൈമുക്കി നിന്നു. അപ്പൊ അതേപോലെ തന്നെ പലർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്. അപ്പൊ അങ്ങനെയുള്ളത് ഒരു സംഭവം ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പോസിബിൾ ആണ്. അങ്ങനെയുള്ള സംഭവം ഈ ലോകത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ തോന്നും എവിടെ നിന്ന് ഒരാൾ വന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും, ഇങ്ങനെയൊക്കെ നടക്കും, ഇത്രയും കണക്ഷൻ ആവോ, ഇത്രയും ഫ്രണ്ട്ഷിപ്പ് ആവോ എന്നൊക്കെ. അപ്പൊ അതാ പറഞ്ഞത്, അതിനൊന്നും ഇത്ര വലിയ സമയവും കാര്യങ്ങളൊന്നും വേണ്ട. അത് ചിലവർ അങ്ങനെയാണത്. അപ്പൊ അതാണ് അഡിയോസ് അമീഗോ പടം. ഒരു ഫീൽ ഗുഡ്, നല്ല ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെ തന്നെ വന്നു കഴിഞ്ഞാലും തളരരുത്. കാറ്റത്ത് കല്ല് നിൽക്കണ പോലെ നിൽക്കണം. ഈ പടത്തിൽ പറയുന്ന അങ്ങനെ കാറ്റത്ത് കല്ല് ഉറച്ചു നിൽക്കണ പോലെ നിൽക്കണം. നമ്മൾ അതും കടന്നു പോകും. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ എന്തെങ്കിലും പേഴ്സണലായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യും. ഇതേപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരിചയപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടാ, അല്ലെങ്കിൽ ആ ബന്ധം ഇപ്പോഴും നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. പിന്നെ ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക, കണ്ട അഭിപ്രായം അറിയിക്കുക. ഇതിന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഇഷ്ടപ്പെട്ടവരുണ്ടാവും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഐ എൻജോയ് ദ മൂവി. അപ്പോൾ അടുത്തൊരു മൂവിയായിട്ട് ഉടനെ വരാം. ടിൽ ദെൻ, അഡിയോസ് അമീഗോ.